ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷൻ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് സമയം വൈകിപ്പിക്കുന്നില്ല. 10ാം ക്ലാസ്സിലെ ഫിസിക്സ് പഠിക്കേണ്ടേ നമുക്ക്. 10ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഒരു ഉഗ്രൻ 4 ക്വസ്റ്റ്യനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സമയം കളയാതെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫിസിക്സ് പഠിക്കാനുള്ള, ഫിസിക്സ് റിവൈസ് ചെയ്യാനുള്ള അവസരമാണിത്. എല്ലാ മക്കളും പെട്ടെന്ന് വന്നേ. നമുക്ക് റിവിഷൻ ചെയ്യാനുള്ള ഫിസിക്സ് 4 ക്വസ്റ്റ്യനേ ഉള്ളൂ. നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ച് ബോർഡ് എക്സാമിനേഷൻ അടിപൊളിയായിട്ട് എഴുതണ്ടേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ദ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആരാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ഇടുന്നവരുടെ വളരെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് കേട്ടോ. അതുകൊണ്ട് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലേ. നമുക്കത് ഈസി ആയിട്ട് പഠിക്കാം. നമ്മളിതാ ഈ ഒരു ക്വസ്റ്റ്യന് വളരെ ഡീറ്റെയിൽ ആയിട്ടും ഈസി ആയിട്ട് ഇത് പഠിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ദ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 4/3 ആണ്. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് എത്രയാണ്? 4/3 ആണ്. ദ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഈസ് 3/2. അപ്പോൾ ഫൈൻഡ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ടേം എന്ന് പറയുന്നത് എന്താണ്? ഇതേപോലെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടേംസ്, ആ ടേംസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടേംസ് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടേം എന്ന് പറയുന്നത് ആദ്യം എന്താണ് റിഫ്രാക്ഷൻ എന്ന് അറിഞ്ഞിരിക്കണം അല്ലേ. എന്താണ് റിഫ്രാക്ഷൻ? ലൈറ്റ് എന്ന് പറയുന്ന നമ്മുടെ എനർജി. ലൈറ്റ് ഒരു മീഡിയത്തിൽ നിന്നും, ഇവിടെ 2 മീഡിയം ഉണ്ടോ, ഇതാണ് ഈ മീഡിയത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ബൗണ്ടറി. ഈ ബൗണ്ടറിയാണ് നമ്മൾ ഇന്റർഫേസ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതാണ് ഇന്റർഫേസ്. ഈ ഇന്റർഫേസ് ആണ് ബൗണ്ടറി. അപ്പോൾ എന്താണ്? ഇതിൻ്റെ മുകളിൽ ഒരു മീഡിയം ഉണ്ട്, താഴെ ഒരു മീഡിയം ഉണ്ട്. ഈ മുകളിലുള്ള മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്, അതായത് ഡെൻസിറ്റി N1 ആണെന്ന് വിചാരിക്കുക. N1 എന്ന് വിളിക്കും, അതിനെ മ്യൂ എന്നും കാണിക്കും കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ ഒന്നുകിൽ N1 അല്ലെങ്കിൽ മ്യൂ. അപ്പോൾ ഇതിന് അടുത്ത മീഡിയത്തിൻ്റെ N2 മറ്റൊരു ഡെൻസിറ്റിയാണ്. 2 മീഡിയം ഉണ്ട്. 2 മീഡിയത്തിന് ഡെൻസിറ്റീസ് ഡിഫറൻ്റ് ആണ്. എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ദ മോളിക്യൂൾസ് ആർ വെരി വെരി ക്ലോസർ ടു ഈച്ച് അതർ, അവിടെ എന്തായിരിക്കും? ഡെൻസിറ്റി കൂടും. മോളിക്യൂൾസ് വളരെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എയറും വാട്ടറും എടുക്കുന്നു. വാട്ടറിനാണോ എയറിനാണോ ഡെൻസിറ്റി കൂടുതൽ? വാട്ടറിനാണ് ഡെൻസിറ്റി കൂടുതൽ. വൈ? ബിക്കോസ് ദ മോളിക്യൂൾസ് ആർ മച്ച് ക്ലോസർ ദാൻ എയർ അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡെൻസിറ്റി ഞാൻ എളുപ്പത്തിൽ പറഞ്ഞു തരാൻ വേണ്ടി പറഞ്ഞതാണ്, ഒന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഡെൻസിറ്റി എന്താണ്? കൂടുതലാണ്, ഒരാൾക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ടാണല്ലോ 2 നമ്പർ N1 ഉം N2. അപ്പോൾ ലൈറ്റ് ഇങ്ങനെ ഒബ്ലൈഗായിട്ട് എന്ന് പറഞ്ഞാൽ ചരിഞ്ഞ്, നമ്മുടെ ലാലേട്ടനെ പോലെ ലൈറ്റ് ഇങ്ങനെ ചരിഞ്ഞ് വരികയാണ്. അങ്ങനെ ലൈറ്റ് എന്താ ഇങ്ങനെ ചരിഞ്ഞ് വന്നിട്ട് ലൈറ്റ് എന്ത് ചെയ്യും? ഈ കാണുന്ന നോർമലിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ദൂരേക്കോ ബെൻഡ് ചെയ്യും. കറക്റ്റല്ലേ? അപ്പോൾ ഇത് ഡെൻസർ മീഡിയമാണ്, ഇത് റെയറർ മീഡിയമാണ് എങ്കിൽ ലൈറ്റ് വിൽ ബെൻഡ് അവേ ഫ്രം ദ നോർമൽ. നേരെ തിരിച്ച് ഇത് റെയറർ മീഡിയമാണ്, ഇത് ഡെൻസർ മീഡിയമാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലൈറ്റ് വിൽ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. എന്താ കാര്യം? വെൻ ലൈറ്റ് ട്രാവൽ ഫ്രം എ റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം, ഡെൻസർ മീഡിയത്തിൽ ലൈറ്റിന്റെ സ്പീഡ് കുറയും. ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ്. അപ്പോൾ ലൈറ്റിന്റെ സ്പീഡ് കുറയുമ്പോൾ ലൈറ്റ് എങ്ങോട്ടാ ബെൻഡ് ചെയ്യുക? ഇത് നോർമലിന്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും. ബിക്കോസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഡിക്രീസസ് ഇൻ ഡെൻസർ മീഡിയം. The speed of light increases in rarer medium. When light is traveling from a denser medium to rarer medium, the light will bend away from the normal. ദൂരേക്ക് മാറും. എന്താ കാര്യം? Because the speed of light increases in rarer medium. അപ്പോൾ rarer മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? കൂടും. അതുകൊണ്ട് ലൈറ്റ് വിൽ ബെൻഡ് away from the normal. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇതിനകത്ത് എന്താ മനസ്സിലാക്കേണ്ടത്? ഇതിനെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് വിളിക്കും. ഇതാണെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് വിളിക്കും. അപ്പോൾ എന്തായാലും ഈ ലൈറ്റ് എത്രമാത്രം എക്സ്റ്റെൻഡിൽ ബെൻഡ് ചെയ്തു എന്ന് പറയുന്നതാണ് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും സാറേ? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ട് ലോസ് ഓഫ് റിഫ്രാക്ഷൻ പഠിച്ചിരുന്നു. ഓർമ്മയുണ്ടോ? ലോസ് ഓഫ് റിഫ്രാക്ഷൻ. അതിനകത്തെ സ്നെൽസ് ലോ എന്ന് പറയുന്ന ഒരു നിയമം നമ്മൾ പഠിച്ചിരുന്നു. സ്നെൽസ് ലോ. എന്താണ് സ്നെൽസ് ലോ പറയുന്നത്? സ്നെൽസ് ലോ പറയുന്നത് വളരെ സിമ്പിളാണ് കേട്ടോ. സ്നെൽസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ഈ കോൺസ്റ്റന്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ മ്യൂ, അല്ലെങ്കിൽ എന്നും വിളിക്കാം, മ്യൂ എന്നും വിളിക്കാം. അപ്പോൾ സൈൻ ഐ ബൈ സൈൻ ആർ ഈസ് എ കോൺസ്റ്റന്റ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ് ന്യൂമറേറ്ററിൽ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് താഴെ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ സൈൻ എടുക്കണം.
അപ്പോൾ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ടു സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കുന്നത്. ഇതിനകത്തൊരു അസർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്? അസർഷൻ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല? നോ യൂണിറ്റ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹാസ് നോ യൂണിറ്റ് അസർഷൻ. അവിടെ ഒരു റീസൺ കിടപ്പുണ്ട്. എന്താ റീസൺ? ബിക്കോസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് എ റേഷ്യോ ഓഫ് സിമിലർ ക്വാണ്ടിറ്റീസ്. നമുക്ക് അസർഷൻ റീസൺ ടൈപ്പിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അവിടെ 4 പ്രധാനപ്പെട്ട ഓപ്ഷൻ ഉണ്ട്. അസർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അല്ലെങ്കിലോ അസർഷൻ ഈസ് ട്രൂ, റീസൺ ഈസ് ഓൾസോ ട്രൂ. ബോത്ത് അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ. എന്നാൽ റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അടുത്തെന്താ? അസർഷൻ ട്രൂ ആവും, റീസൺ ഫോൾസ് ആവും. നേരെ തിരിച്ച് അസർഷൻ ഫോൾസ് ആവും, റീസൺ ട്രൂ ആവും. ഇനി ഇതെങ്ങനെയാണ് കാണേണ്ടത്? ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്? ആദ്യം ഈ അസർഷൻ, ഈ എൻ എന്നിട്ടിരിക്കുന്നത് എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കേട്ടോ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. ശരിയാണോ? 100% യോജിക്കുന്നു. എന്താണത്? അസർഷന് എന്തില്ല? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് എന്തില്ല? യൂണിറ്റ് ഇല്ല. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹാസ് നോ യൂണിറ്റ്സ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ട്രൂ 100% നമുക്ക് എന്ത് ചെയ്യാം? ട്രൂ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പച്ച. ഓക്കെ, ട്രൂ. അടുത്ത എന്താണ്? റീസൺ മാത്രം വായിച്ചു നോക്കിയേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇത് എന്നാണ് കേട്ടോ. അപ്പൊ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ദ റേഷ്യോ ഓഫ് സിമിലർ ക്വാണ്ടിറ്റീസ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ദ റേഷ്യോ ഓഫ് സിമിലർ ക്വാണ്ടിറ്റീസ്. ആണോ? നോക്കിയേ, മുകളിലും സൈൻ ഓഫ് ആംഗിൾ ആണ്, താഴെയും എന്താണ്? സൈൻ ഓഫ് ആംഗിൾ ആണ്. അപ്പൊ ഇതെന്താണ്? സിമിലർ ക്വാണ്ടിറ്റീസിന്റെ എന്താണ്? റേഷ്യോ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് യൂണിറ്റ് ഇല്ല. അതുകൊണ്ട് എന്താണ്? ഈ കാണുന്ന റീസണും ട്രൂ ആണ്. അസർഷനും റീസണും ട്രൂ ആണെങ്കിൽ മാത്രം അവർ തമ്മിലുള്ള ബന്ധം അന്വേഷിച്ച് പോയാൽ മതി. അസർഷനും ട്രൂ ആണ്, റീസണും ട്രൂ ആണ്. ഇനി എന്ത് ചെയ്യണം? വായിച്ചു നോക്കണം. റീസൺ മാത്രം എടുത്തേ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ദ റേഷ്യോ ഓഫ് സിമിലർ ക്വാണ്ടിറ്റീസ്. അതുകൊണ്ടാണോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ലാത്തത്? അതെ, അതുകൊണ്ടാണ് യൂണിറ്റ് ഇല്ലാത്തത്. അതുകൊണ്ട് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. റീസൺ എന്ന് പറയുന്നത് അസർഷന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല എന്നൊരു പോയിന്റ് നമ്മൾ പഠിച്ചു. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യൂണിറ്റ് ഇല്ല. അപ്പോൾ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ നമ്മൾ എഴുതി. എന്താണ് ഇക്വേഷൻ? സൈൻ എ ബൈ സൈൻ ആർ ഈസ് എന്താണ്? സൈൻ എ ബൈ സൈൻ ആർ ഒരു കോൺസ്റ്റന്റ് ആണ്. ആ കോൺസ്റ്റന്റ് നമ്മൾ എന്ത് വിളിക്കും? എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കും. ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നുവെങ്കിൽ നമ്മൾ 2 കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. എന്താണ് 2 കാര്യങ്ങൾ എന്നല്ലേ? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ് എന്നറിഞ്ഞിരിക്കണം അല്ലേ? എന്താണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് അറിയണം. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന് മനസ്സിലാക്കിയ മക്കളെ, ഇത്രയുള്ള റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്നും N2 എന്ന് പറയുന്ന മീഡിയത്തിലേക്ക് ലൈറ്റ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് എന്ത് ചെയ്യുന്നു? either it will bend away from the normal or towards the normal, that depends upon the density. അപ്പോൾ മക്കളെ ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ, വളരെ സിമ്പിൾ ആണ്. ഇവിടെ ഏത് മീഡിയത്തിലാണ് ലൈറ്റ് ബെൻഡ് ചെയ്തത്? N1 എന്ന് പറയുന്ന മീഡിയത്തിലാണോ? N2 എന്ന് പറയുന്ന മീഡിയത്തിലാണോ? അതെ, N2 എന്ന് പറയുന്ന മീഡിയത്തിലാണ് ലൈറ്റ് എന്ത് ചെയ്യുന്നത്? ബെൻഡ് ചെയ്യുന്നത്. ഏത് മീഡിയത്തിലാണോ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എഴുതുന്നത് N-ന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ 2 എന്ന് എഴുതും. N-ന്റെ തൊട്ട് റൈറ്റ് സൈഡിൽ 2 എന്ന് എഴുതും. അപ്പം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 ആണ് അല്ലേ? ഏത് മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് വന്നത്? ഒന്നാമത്തെ മീഡിയത്തിൽ നിന്നാണ്. അത് തൊട്ടടുത്ത് തന്നെ നമ്മൾ എന്ത് എഴുതും? 1 എന്ന് എഴുതും. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്നാണ്. ഏത് മീഡിയത്തിലാണോ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഏത് മീഡിയത്തിൽ നിന്നാണോ ലൈറ്റ് വന്നത് ആ മീഡിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ദാറ്റ് മീഡിയം എന്ത് സംഭവിക്കുന്നത്? ലൈറ്റ് ഈസ് ബെൻഡിങ്. അതുകൊണ്ടാണ് N21 എന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് എന്നെന്ന് എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, മ്യൂ എന്ന് എഴുതിക്കോളൂ. മ്യൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യും? സെക്കൻഡ് മീഡിയത്തിലാണ് ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തൊട്ട് റൈറ്റ് സൈഡിൽ സെക്കൻഡ് 2 എന്ന് ഇടുക. ഏത് മീഡിയത്തിൽ ലൈറ്റ് വന്നത്? ഫസ്റ്റ് മീഡിയത്തിൽ നിന്നല്ലേ വന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? 1. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് മീഡിയം. ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന് വരുന്ന ലൈറ്റ് സെക്കൻഡ് മീഡിയത്തിൽ ബെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഏത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സാണ് പറയുന്നത്? സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്.
ക്ലിയർ ആയില്ലേ? ഈസി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ചിലപ്പോൾ ഇങ്ങനെയും കിടക്കും കേട്ടോ, N21 ഇങ്ങനെയും കിടക്കും. 1 N2 എന്നല്ല ഇതിന്റെ അർത്ഥം. ഇതെന്താ അർത്ഥം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് മീഡിയം എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എഴുതാം. ഇനി നിങ്ങൾ തന്നെ ഒന്ന് നോക്കിയ മക്കളെ, ലൈറ്റ് ഗ്ലാസിൽ നിന്നും വാട്ടറിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഗ്ലാസ്സിൽ നിന്നും വാട്ടറിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്. ഗ്ലാസും വാട്ടറും കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഗ്ലാസ് ഈസ് ഡെൻസർ ദാൻ വാട്ടർ. അപ്പോൾ ഹിയർ ലൈറ്റ് ഈസ് എൻറ്ററിങ് ഫ്രം എ ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം, സോ ലൈറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. അല്ലേ? ലൈറ്റ് വിൽ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് മക്കളെ പറയുന്നത്? നമ്മൾ ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് പറയുന്നത്? വാട്ടറിൻ്റെ അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ അല്ലേ പറയുന്നത്? ആണല്ലോ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ആണ് നമ്മളിവിടെ പറയുന്നത്. കാരണം എന്താ? ലൈറ്റ് ഈസ് ബെൻഡിങ് ഇൻ വാട്ടർ. അപ്പോൾ ഏത് മീഡിയത്തിൽ നിന്നാണ് ഈ ലൈറ്റ് വന്നത്? ഗ്ലാസ്സിൽ നിന്നാണ് വന്നത്. സോ വി ആർ സേയിങ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്, NWG. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, NWG. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട്, തൊട്ട് റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഏത് മീഡിയമാണോ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഏത് മീഡിയത്തിലാണോ ലൈറ്റ് ബെൻഡ് ചെയ്തത് ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഏത് മീഡിയത്തിൽ നിന്നാണ് ലൈറ്റ് വന്നത്? ഗ്ലാസ്സിൽ നിന്നാണ് ലൈറ്റ് വന്നത്. അപ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ഇനി ഈ കാണുന്ന മീഡിയം നോക്കിയ മക്കളെ, ഈ കാണുന്ന മീഡിയം എന്ന് പറയുന്നത് എയർ ആണ് എന്ന് വിചാരിക്കുക. ഈ കാണുന്ന മീഡിയം എന്ന് പറയുന്നത് എയർ ആണെന്ന് വിചാരിക്കുക. എയർ. ഈ കാണുന്ന മീഡിയം എന്ന് പറയുന്നത് വാട്ടർ ആണ് എന്ന് വിചാരിക്കുക. ഇനിയൊന്ന് നിങ്ങൾ പറഞ്ഞേ, എങ്ങനെയാണ് നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എഴുതാൻ പറ്റുക? നിങ്ങളൊന്ന് പറഞ്ഞേ മക്കളെ. ഈസി അല്ലേ മക്കളെ? എങ്ങനെയായിരിക്കും? ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? എയറിൻ്റെതാണോ അതോ വാട്ടറിൻ്റെതാണോ? ആരുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നമ്മൾ പറയുന്നത്? എയറിൻ്റെതാണോ വാട്ടറിൻ്റെതാണോ? വാട്ടറിൻ്റെതല്ലേ. കാരണം ലൈറ്റ് ഈസ് ബെൻഡിങ് ഇൻ വാട്ടർ. എവിടെയാണോ ലൈറ്റ് ബെൻഡ് ചെയ്യുന്നത് ആ മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമ്മൾ പറയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ, NW. വിത്ത് റെസ്പെക്ട് ടു എന്താണ്? എയർ ആണല്ലേ? വിത്ത് റെസ്പെക്ട് ടു എയർ. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, NWA. ഇങ്ങനെ എഴുതാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് എങ്കിൽ ഈ കാണുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താ ഈ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് മനസ്സിലായില്ലേ? ഈസി അല്ലേ? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ അല്ലെങ്കിൽ വാക്വം. അപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് സാർ? ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? NWG എന്ന്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? NWG എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു ഗ്ലാസ്. ഇതിനെ നമുക്ക് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് വിളിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അതെന്താ മക്കളെ കാരണം എത്രയേ ഉള്ളൂ? ലൈറ്റ് വരുന്നത് എവിടെ നിന്നാ? ഗ്ലാസിൽ നിന്നാ. എയറിൽ നിന്നായിരുന്നുവെങ്കിൽ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എയറിൽ നിന്നല്ല. മനസ്സിലാവുന്നുണ്ടോ? എയറിൽ നിന്നല്ല വന്നത്. എവിടുന്ന വരുന്നത്? ഗ്ലാസിൽ നിന്ന്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ, ഈ കാണുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. മനസ്സിലായില്ലേ? ഈസി അല്ലേ? അപ്പോൾ എന്താണ് റിലേറ്റീവ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും എന്താണ് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നും മനസ്സിലായില്ലേ? ഈസി ആയല്ലോ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ മക്കളെ ചെയ്തത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് sin i by sin r. sin i by sin r. sin i by sin r. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇമാജിൻ ദാറ്റ് ലൈറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ് വരുന്നത് മക്കളെ? N1 എന്ന് പറയുന്ന ആ മീഡിയത്തിൽ നിന്നും N2 എന്ന് പറയുന്ന മീഡിയത്തിലേക്കാണ് നമ്മൾ കയറുന്നത് എന്ന് വിചാരിക്കുക. അപ്പോൾ ദാ ഇവിടെ കിടക്കുന്നു ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ദാ ഇവിടെ കിടക്കുന്നു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏത് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്? നമ്മൾ നേരത്തെ പറഞ്ഞു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ദ ഫസ്റ്റ് മീഡിയം, N21 ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന്റെ ആംഗിൾ അറിയാമെങ്കിൽ, ഈ ആംഗിൾ ഓഫ് റിഫ്രാക്ഷന്റെ ആംഗിൾ അറിയാമെങ്കിൽ, ഈ രണ്ട് ആംഗിൾസിന്റെ വാല്യൂസ് അറിയാമെങ്കിൽ സൈനിന്റെ ആ ആംഗിളിന്റെ പെർട്ടിക്കുലർ വാല്യൂ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. അതല്ലാതെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ മക്കളെ ഈ ഒരു ഫോർമുല ഇവിടെ വെച്ചാൽ മതി. N21 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം. അതെന്താ സാറ് പറഞ്ഞത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാമെന്നോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. പിന്നെ എങ്ങനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക?
ആ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ എന്നും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ എന്നും ആണെങ്കിലോ, അതായത് നമുക്ക് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകൾ അറിയാമെങ്കിൽ ആ വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം വിത്ത് റെസ്പെക്ട് ടു അനദർ മീഡിയം കണ്ടുപിടിക്കാം. ഇവിടെ ലൈറ്റ് ബെൻഡ് ചെയ്തത് സെക്കൻഡ് മീഡിയത്തിലാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് 2:1 എന്നാണ് എഴുതിയിരിക്കുന്നത്. സെക്കൻഡ് മീഡിയത്തിലാണ് ലൈറ്റ് ബെൻഡ് ചെയ്തത്. എവിടുന്നാണ് വന്നത്? ഫസ്റ്റ് മീഡിയത്തിൽ നിന്ന്. ഇതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം, അതായത് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഡിവൈഡഡ് ബൈ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം. അപ്പോൾ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സുകളുടെ വാല്യൂ അറിയാമെങ്കിലും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാം. ക്ലിയർ ആയോ? ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വെലോസിറ്റി ഓഫ് ലൈറ്റും തമ്മിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അതായത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. സാർ നേരത്തെ പറഞ്ഞിരുന്നു, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയ മീഡിയത്തിൽ, അതായത് ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് കുറയും. ഡെൻസിറ്റി കൂടിയാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ കൂടും അല്ലേ? അപ്പോൾ ഡെൻസിറ്റി കൂടിയാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ കൂടും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ കൂടിയ മീഡിയത്തിൽ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ത് ചെയ്യും? കുറയും അല്ലേ? അങ്ങനെയെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് വെലോസിറ്റിയും കൂടി ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എവിടെ കിടക്കുകയാണ്? ന്യൂമറേറ്റർ കിടക്കുകയാണ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ കൂടുമ്പോൾ വെലോസിറ്റി കുറയും എന്നുള്ളത് കൊണ്ട് സെക്കൻഡ് മീഡിയത്തിന്റെ വെലോസിറ്റി എവിടെ എഴുതും? ഡിനോമിനേറ്ററിൽ വരും. കാരണം എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അതുകൊണ്ട് ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദ സെക്കൻഡ് മീഡിയം. അതുകൊണ്ട് വെലോസിറ്റി എവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. അടുത്ത നോക്കിയേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ആണത്. അപ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഇവിടെ ഡിനോമിനേറ്ററിൽ നടക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന മീഡിയത്തിലെ സ്പീഡ് ഓഫ് ലൈറ്റ് എവിടെ വരും? ന്യൂമറേറ്ററിൽ വരും. എന്തുകൊണ്ടാണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടാണ്. അപ്പോൾ ന്യൂമറേറ്ററിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം. അപ്പോൾ സെക്കൻഡ് മീഡിയത്തിലുള്ള സ്പീഡ് ഓഫ് ലൈറ്റ് എവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. ഇവിടെ നോക്കിയേ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഫസ്റ്റ് മീഡിയം ഡിനോമിനേറ്ററിലാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി, അതായത് ഈ ഫസ്റ്റ് മീഡിയത്തിലുള്ള വെലോസിറ്റി എവിടെ വരും? ന്യൂമറേറ്ററിൽ വരും. ഇത് തന്നെയാണ് എന്ത് മക്കളെ? സൈൻ ഐ ബൈ സൈൻ ആർ. ഇത് തന്നെയാണ് സൈൻ ഐ ബൈ സൈൻ ആർ. ഒരൊറ്റ ഇക്വേഷൻ മതി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ. ഒറ്റ ഇക്വേഷൻ, N21 ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ഉണ്ടെങ്കിൽ N2 ബൈ N1. വെലോസിറ്റിയാണ് തന്നിരിക്കുന്നതെങ്കിൽ V1 ബൈ V2. ആംഗിൾ ആണ് തന്നിരിക്കുന്നതെങ്കിൽ സൈൻ ഐ ബൈ സൈൻ ആർ. ഈ ഒരൊറ്റ ഇക്വേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും? ആ പ്രോബ്ലം ഈസി ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയമാണ്. കാരണം ലൈറ്റ് ബെൻഡ് ചെയ്ത് സെക്കൻഡ് മീഡിയത്തിലാണ്, ലൈറ്റ് വരുന്നത് എവിടെ നിന്നാണ്? ഫസ്റ്റ് മീഡിയത്തിൽ നിന്നാണ്. അപ്പോൾ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? N2 ബൈ N1. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി. അതുകൊണ്ട് N2 ബൈ N1 ഈസ് ഈക്വൽ ടു V1 ബൈ V2. ഇനി സൈൻ ഐ ബൈ സൈൻ ആറും എന്ത് തന്നെയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം മക്കളെ. ഇനി ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോബ്ലം ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാം. പ്രോബ്ലം എവിടെ? പ്രോബ്ലം വന്നിരിക്കുന്നു. പ്രോബ്ലം നമുക്കിത് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സോൾവ് ചെയ്യാവുന്ന പ്രോബ്ലംസ് ആണ് ഇത് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ഒന്ന് നോക്കിയേ, നമുക്ക് എന്തൊക്കെയുണ്ടോ ആ ക്വസ്റ്റ്യൻ നന്നായിട്ടൊന്ന് വായിക്കണം കേട്ടോ. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആകെ എത്ര ഇക്വേഷൻസ് ആണ് ഉള്ളത്? നമുക്ക് ഒരൊറ്റ ഇക്വേഷനിലൂടെയാണ് നമ്മൾ എല്ലാ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂസും കൂടെ ചേർത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. മക്കളെ ശ്രദ്ധിക്കുക. ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. എന്താ ഈ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ? ലൈറ്റ് എവിടെ നിന്ന് വരുന്നു? എയറിൽ നിന്നും വരുന്നു. അത് എവിടെ കയറുന്നു? വാട്ടറിലേക്ക് കയറുന്നു അല്ലേ? അപ്പോൾ ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ തന്നിട്ടുണ്ട് മക്കളെ. എത്രയാണ് വാല്യൂ? 4 ഡിവൈഡഡ് ബൈ 3. 4/3 തന്നിട്ടുണ്ട്. കണ്ടോ? അടുത്ത എന്താണ്? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്. അവിടെയോ ലൈറ്റ് എയറിൽ നിന്നും ഗ്ലാസ്സിലേക്ക് കയറുന്നു. നമ്മൾ ഇങ്ങനെ എഴുതും NGA. എ റൈറ്റ് സൈഡിൽ എഴുതാം, പ്രശ്നമില്ല. പക്ഷേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തൊട്ടടുത്ത് റൈറ്റ് ആയിട്ട് കിടക്കുന്നതാണ് എന്ത് ചെയ്യുക? ആ ലൈറ്റ് ബെൻഡായ മീഡിയം. ആ മീഡിയത്തിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ ആണ് തന്നിരിക്കുന്നത്. എത്രയാണ്? 3 ഡിവൈഡഡ് ബൈ 2 എന്ന ക്വസ്റ്റ്യൻ തന്നിരിക്കും. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ്
അപ്പോൾ ഏത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടത് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ. അതായത് ലൈറ്റ് ഇങ്ങനെ വരികയാണെങ്കിൽ വാട്ടറിൽ നിന്നും ലൈറ്റ് ഗ്ലാസ്സിലേക്കാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ പറ മക്കളെ എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ചോദ്യം. We want to find the refractive index of glass with respect to water. That means light is entering from water to glass. Light is entering from water to glass. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഒരുപാട് ഇക്വേഷൻസ് പഠിച്ചാൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചു. എങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ. ഏത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ വാല്യൂ തന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് എന്ത് വെലോസിറ്റി ടേംസിൽ ഒന്ന് എഴുതിയ മക്കളെ. വെലോസിറ്റി ടേംസിൽ ന്യൂമറേറ്ററിൽ ഗ്ലാസ് ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് ആണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ആ ഗ്ലാസിന്റെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ് എന്ന് പറയുന്നത് എവിടെ വരും? ഡിനോമിനേറ്റർ വരും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാട്ടർ എന്ന് പറയുന്നത് എവിടെ വരും? ന്യൂമറേറ്ററിൽ വരും. അത് ഇത് കണ്ടുപിടിച്ച ഈ വെലോസിറ്റിയാണ് നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ. ഇനി എന്താണ്? ഇത് തന്നെയല്ലേ മക്കളെ നമ്മുടെ എന്താ സൈൻ ഐ ബൈ സൈൻ ആർ. സൈൻ ഐ ബൈ സൈൻ ആർ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ തന്നിട്ടുണ്ട് എങ്കിൽ അവിടെ വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്നതും ഇതേ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. കണ്ടോ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇതിനകത്ത് ഏത് ഉപയോഗിക്കണം? സൈൻ ഐ ബൈ സൈൻ ആർ ഉപയോഗിക്കണോ? വേണ്ട. ആംഗിൾ ഓഫ് ഇൻസിഡൻസും റിഫ്രാക്ഷൻ തന്നിട്ടില്ല. വെലോസിറ്റി ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് ഗ്ലാസ് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അത് തന്നിട്ടില്ല. പിന്നെന്താ ആകെ തന്നിരിക്കുന്നത്? ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസും ആബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടറും തന്നിട്ടുണ്ട്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടർ ഈസ് ഈക്വൽ ടു ഈ വാല്യൂസ് അങ്ങ് എടുത്തിട്ട് മക്കളെ. വളരെ സിമ്പിൾ അല്ലേ? 3 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ ഡിവൈഡഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 3 അല്ലേ? ഇതെന്താ? എ ബൈ ബി ദ ഹോൾ ഡിവൈഡഡ് ബൈ സി ബൈ ഡി ഫോമിലാണ് കിടക്കുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? എ ബൈ ഡി അതേപോലെ എഴുതുക. ഇൻറ്റു ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് പോകും അല്ലേ? ഡി ഇൻറ്റു സി, ഡി ബൈ സി. അതേപോലെ ഒന്ന് എഴുതി നോക്കിയ മക്കളെ. സിമ്പിൾ അല്ലേ? 3/2 അതേപോലെ എഴുതി. ഇൻറ്റു 3 ഡിനോമിനേറ്റർ ആയി 3 എവിടെ പോകും? ന്യൂമറേറ്ററിലേക്ക് പോകും. 3 ഡിവൈഡഡ് ബൈ 4. 3 × 3 എത്രയാ മക്കളെ? 9 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമ്മുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു വാട്ടറിന്റെ ഉത്തരം എത്ര മക്കളെ? ഉത്തരം എത്ര മക്കളെ? 9 ഡിവൈഡഡ് ബൈ 8. ഓപ്ഷൻസിലുണ്ടോ നോക്കുക. ഓപ്ഷൻ എ 2/3, ഓപ്ഷൻ ബി 8/9, ഓപ്ഷൻ സി 9 ഡിവൈഡഡ് ബൈ 8. ഇതാണ് നമ്മുടെ ഉത്തരം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ച് ഇനി ഈസി ആയിട്ട് ഏത് ചോദ്യം തന്നാലും ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ മക്കളെ ഇതാ വരുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞു അല്ലേ? അപ്പോൾ നോക്കി, സ്പീഡ് ഓഫ് ലൈറ്റിന്റെ മീഡിയം തന്നിട്ടുണ്ട് അല്ലേ? സ്പീഡ് ഓഫ് ലൈറ്റിന്റെ മീഡിയം vm എന്ന് കൊടുക്കാൻ നമുക്ക് അത് എത്രയാ? 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ മീഡിയം ഈസ് 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം? മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ nm റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം ഇഫ് ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം എയറിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അല്ലേ? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമുക്ക് അറിയേണ്ടത്. ക്വസ്റ്റ്യൻ മാർക്ക്. നമ്മൾ ഇപ്പോൾ പഠിച്ചു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കണമെങ്കിൽ സാറ് നേരത്തെ പറഞ്ഞ ഫോർമുല എന്താ മക്കളെ? ഒന്ന് ആലോചിച്ച് നോക്കി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ അല്ലേ? അത് തന്നെയാണ് എന്ത് വെലോസിറ്റിയുടെ ടേംസിൽ എഴുതാൻ പറഞ്ഞു. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എ മീഡിയം എവിടെ വരുന്നു? ന്യൂമറേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം എവിടെ വരും? ഡിനോമിനേറ്ററിൽ വരും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഇവിടെ കണ്ടോ? എവിടെയാണ് വന്നിരിക്കുന്നത്? ഡിനോമിനേറ്ററിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ ഡിനോമിനേറ്ററിൽ വന്നാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയർ എവിടെ വരണം മക്കളെ? മുകളിലേക്ക് വരണം. അത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എയറിനെ നമ്മൾ സി എന്നാണ് കൊടുക്കുന്നത്. നമുക്കറിയാം സിയുടെ വാല്യൂ അത് തന്നെയാണ് എന്ത്? സൈൻ ഐ ബൈ സൈൻ ആർ. ഇത് തന്നെയാണ് എന്ത്? സൈൻ ഐ ബൈ സൈൻ ആർ. നമുക്ക് ഇതിനകത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വാല്യൂ തന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഇത് എടുക്കാൻ കഴിയില്ല. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? വെലോസിറ്റി ഓഫ് മീഡിയം തന്നിട്ടുണ്ട്. ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ നമുക്കറിയാമല്ലേ? അത് എത്രയാ മക്കളെ? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലേ? ഇനി എളുപ്പമായി. എന്താ എളുപ്പമായത്? നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിലേക്ക് എടുത്തിട്ട് കൊടുത്താൽ മതി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു എയർ ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ എത്രയാ? 2.25 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. നോക്കിയേ, 10⁸ ക്യാൻസൽ ചെയ്ത് പോയി. 3 ഡിവൈഡഡ് ബൈ 2.25 3 ഡിവൈഡ് ബൈ 2.25 3 ഡിവൈഡ് ബൈ 2.25 എത്ര കിട്ടും മക്കളെ? 1.5
1.33 എന്ന് നമുക്ക് വാല്യൂസ് 1.33. ഈസി ആയില്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ചോദ്യം ഈസി ആയില്ലേ? ഇതുപോലുള്ള ചോദ്യങ്ങൾ ഇനി വന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കൾ ചെയ്യില്ലേ? ചെയ്യും. അപ്പോൾ നമ്മൾ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻസിൽ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും കണ്ടുമുട്ടുന്നവരെ ബൈ.